ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് വിപരീത പദങ്ങൾ നോക്കിയിരുന്നു. ഇന്ന് നമുക്ക് വിപരീത പദം മുൻവർഷ ചോദ്യങ്ങളിലൂടെ പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വൃദ്ധി എന്ന പദത്തിന്റെ വിപരീത പദം. വൃദ്ധി എന്ന പദത്തിന്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. 2013 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അഭിവൃദ്ധി, ഓപ്ഷൻ ബി ക്ഷയം, ഓപ്ഷൻ സി യൗവനം, ഓപ്ഷൻ ഡി ശക്തി. വൃദ്ധി എന്ന പദത്തിന്റെ വിപരീത പദം ഓപ്ഷൻ ബി ക്ഷയമാണ്. വൃദ്ധി, ക്ഷയം. അടുത്ത ചോദ്യം നോക്കാം. സംഘടനം എന്ന പദത്തിന്റെ വിപരീതം. സംഘടനം 2003 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സംയോജനം, ഓപ്ഷൻ ബി ഘടനം, ഓപ്ഷൻ സി വിഘടനം, ഓപ്ഷൻ ഡി സമ്മേളനം. സംഘടനം എന്ന പദത്തിന്റെ വിപരീതം ഓപ്ഷൻ സി വിഘടനം. സംഘടനം, വിഘടനം. അടുത്തത് നോക്കാം. അചഞ്ചലം എന്ന പദത്തിന്റെ ശരിയായ വിപരീത പദം തിരഞ്ഞെടുക്കുക. അചഞ്ചലം എന്ന പദത്തിന്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ നിർജീവം, ഓപ്ഷൻ ബി ചഞ്ചലം, ഓപ്ഷൻ സി ചപലം, ഓപ്ഷൻ ഡി ചഞ്ചം. അചഞ്ചലം എന്ന വാക്കിന്റെ വിപരീത പദം വരുന്നത് ഓപ്ഷൻ ബി ചഞ്ചലമാണ്. അചഞ്ചലം, ചഞ്ചലം. അടുത്ത നോക്കാം. സഹജം എന്ന പദത്തിന്റെ വിപരീത പദം. 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സഹജം എന്ന പദത്തിന്റെ വിപരീത പദം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ആർജിതം, ഓപ്ഷൻ ബി പരജിതം, ഓപ്ഷൻ സി ആജിതം, ഓപ്ഷൻ ഡി പരാർജിതം. സഹജം എന്ന പദത്തിന്റെ വിപരീത പദം ഓപ്ഷൻ എ ആർജിതം. ദയ എന്ന പദത്തിന്റെ വിപരീത പദം. 2003 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ദയ എന്ന പദത്തിന്റെ വിപരീത പദം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഇരുട്ട്, ഓപ്ഷൻ ബി ക്രൂരത, ഓപ്ഷൻ ഡി ഉദാരത, ഓപ്ഷൻ ഡി കൃതജ്ഞത. ദയ എന്ന പദത്തിന്റെ വിപരീത പദമാണ് ഓപ്ഷൻ ബി ക്രൂരത. ദയ, വിപരീതം ക്രൂരത. അടുത്ത ചോദ്യം നോക്കാം. ഊഷരം എന്ന പദത്തിന്റെ വിപരീതം. 2003 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഊഷരം എന്ന പദത്തിന്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഉറവ, ഓപ്ഷൻ ബി ആർദ്രം, ഓപ്ഷൻ സി ഉർവരം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഊഷരം എന്ന പദത്തിന്റെ വിപരീത പദമായി വരുന്നത് ഓപ്ഷൻ സി ഉർവരമാണ്. ഊഷരം, ഉർവരം. അടുത്ത നോക്കാം. ഭൗതികം എന്ന പദത്തിന്റെ വിപരീത പദമേത്? ഭൗതികം എന്ന പദത്തിന്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. 2003 വയനാട്ടിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ആത്മീയം, ഓപ്ഷൻ ബി ഔബൗദ്ധികം, ഓപ്ഷൻ സി ഔബൗദ്ധികം, ഓപ്ഷൻ ഡി സ്വർഗീയം. ഭൗതികം എന്നതിൻ്റെ വിപരീതം ഓപ്ഷൻ എ ആത്മീയമാണ്. ഭൗതികം, ആത്മീയം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ PSC റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക. LPUP ആയിക്കോട്ടെ, LDC ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, എല്ലാ ലെവലും നമുക്ക് ഈ PSC റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ ഓരോ എക്സാമിനും പറ്റിയ രീതിയിലുള്ള സ്റ്റഡി പ്ലാൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റഡി പ്ലാൻസിൽ നമുക്ക് അന്നന്ന് പഠിക്കേണ്ടുന്ന ടോപ്പിക് ഏതൊക്കെയാണെന്ന് വിശദീകരിച്ച് തരുന്നുണ്ട്. അതുകൂടാതെ ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം ഈസി ആയിട്ട് പഠിക്കാൻ കഴിയും. ഫുൾ മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ PSC റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ചെറുതായിട്ടൊരു പ്രീമിയം വരുന്നുണ്ട്. 890 രൂപയാണ് പ്രീമിയം വരുന്നത്. നിങ്ങൾ ജീഷ്മ ഡിസ്കൗണ്ട് 5 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിച്ച് 8921331609 എന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് PSC റാങ്ക് ബുക്കിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആധിക്യം വിപരീതം കണ്ടെത്തുക. ആധിക്യം വിപരീത പദം കണ്ടെത്തുക. 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വൈരല്യം, ഓപ്ഷൻ ബി വിരളം, ഓപ്ഷൻ സി അനാധിക്യം, ഓപ്ഷൻ ഡി ദാരിദ്ര്യം. ആധിക്യം എന്ന പദത്തിന്റെ വിപരീതം വൈരല്യം. ആധിക്യം, വൈരല്യമാണ് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ജാഗ്രത് വിപരീത പദം എഴുതുക. 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ജാഗ്രത് വിപരീത പദം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സുഷുപ്തി, ഓപ്ഷൻ ബി അലസം, ഓപ്ഷൻ സി നിസ്സംഗം, ഓപ്ഷൻ ഡി നിർവികാരം. ജാഗ്രത് എന്ന പദത്തിന്റെ വിപരീത പദം സുഷുപ്തി. ഓപ്ഷൻ എ സുഷുപ്തി. അടുത്തത് നോക്കാം. സ്മരിക്കുക. സ്മരിക്കുക എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. 2023 ചോദിച്ചൊരു ചോദ്യമാണ്. ഓപ്ഷൻ എ വിസ്മരിക്കുക, ഓപ്ഷൻ ബി അനുസ്മരിക്കുക, ഓപ്ഷൻ സി ഓർമ്മിക്കുക,
ഓപ്ഷൻ ഡി നിരാകരിക്കുക. സ്മരിക്കുക എന്നതിൻ്റെ വിപരീതം ഓപ്ഷൻ എ വിസ്മരിക്കുക. ഓപ്ഷൻ എ വിസ്മരിക്കുക. അടുത്ത നോക്കാം. തിക്തം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? തിക്തം എന്ന പദത്തിൻ്റെ വിപരീതം 2023 ചോദിച്ച ഒരു ചോദ്യമാണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പുളിപ്പ്, ഓപ്ഷൻ ബി മധുരം, ഓപ്ഷൻ സി ചവർപ്പ്, ഓപ്ഷൻ ഡി കയ്പ്. തിക്തം വിപരീതം ഓപ്ഷൻ ബി മധുരം. തിക്തം വിപരീതം മധുരം. അടുത്ത നോക്കാം. വിപരീത പദം എഴുതുക. ഹ്രാസം 2022 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹ്രാസം, ഹ്രസ്വമുണ്ട് അതുപോലെ തന്നെ ഹ്രാസമുണ്ട്. നിങ്ങൾക്ക് രണ്ടും മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഹ്രസ്വം എന്ന് വെച്ചാൽ ഹ്രസ്വം എന്നതിൻ്റെ വിപരീതമാണ് ദീർഘം. ദീർഘം ഹ്രസ്വം. അതുപോലെ തന്നെ ഹ്രാസം എന്നതിൻ്റെ വിപരീതം വരുന്നത് വികാസമാണ്. രണ്ടും മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കാം. ചരം എന്നതിൻ്റെ വിപരീത പദം 2013 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ചരം എന്നതിൻ്റെ വിപരീത പദം ഓപ്ഷൻ എ ആചരം, ഓപ്ഷൻ ബി ദൂചരം, ഓപ്ഷൻ സി സുചരം, ഓപ്ഷൻ ഡി അചരം. ചരം എന്നതിൻ്റെ വിപരീതം അചരം. ചരം അചരം. അടുത്ത നോക്കാം. അണിയം എന്ന പദത്തിൻ്റെ വിപരീതം ഏത്? 2014 ചോദിച്ചൊരു ചോദ്യമാണ്. അണിയം എന്ന പദത്തിൻ്റെ വിപരീതം ഓപ്ഷൻ എ അനഘം, ഓപ്ഷൻ ബി അമരം, ഓപ്ഷൻ സി മണിയം, ഓപ്ഷൻ ഡി അന്യൂനം. അണിയം എന്ന പദത്തിൻ്റെ വിപരീതം നമ്മൾ വിപരീത പദത്തിൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ വിപരീത പദം എടുത്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അണിയം എന്നതിൻ്റെ വിപരീതം. അപ്പോൾ ഉത്തരം ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ശ്ലാഘ എന്ന പദത്തിൻ്റെ വിപരീത പദം 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ശ്ലാഘ എന്ന പദത്തിൻ്റെ വിപരീത പദം ഓപ്ഷൻ എ പ്രശംസ, ഓപ്ഷൻ ബി നിന്ന, ഓപ്ഷൻ സി അഭിമാനം, ഓപ്ഷൻ ഡി അഹങ്കാരം. ശ്ലാഘ എന്ന പദത്തിൻ്റെ വിപരീത പദം അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയിരുന്നു. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 2 ക്വസ്റ്റ്യനുള്ള ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുവരെ PSC റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 8921331609 എന്ന നമ്പറിലോട്ട് വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ഫുൾ മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.